ഹലോ വ്യൂവേഴ്സ്, മറ്റൊരു ടെക് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിൽ ഏറെ പേരും വിൻഡോസ് OS യൂസ് ചെയ്യുന്നവരാണ്. വിൻഡോസ് OS എന്ന് പറയുമ്പോൾ വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10 എന്നിങ്ങനെ വിൻഡോസ് ബേസ്ഡ് OS ആണ് നമ്മൾ പലരും കൂടുതലായും യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാം, അതിനായി നമ്മളിവിടെ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിചയപ്പെടുകയാണ്. അതിൻ്റെ പേരാണ് BlueStack. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്നൊരു പരിചയപ്പെടാൻ പോകുന്നത് BlueStack എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിനായി ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിനകത്ത് BlueStackൻ്റെ സെറ്റപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഓർ റൺ ആസ് അഡ്മിൻ എന്ന് വെച്ചാൽ കൊടുക്കുക. നമുക്കിത് ഓപ്പൺ ആകുമ്പോൾ ഇത് എക്സ്ട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞ ഇത് കാണിക്കും. അത് എക്സ്ട്രാക്റ്റ് ആയതിന് ശേഷം നമുക്ക് ഫയൽ ഇൻസ്റ്റാളേഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, എക്സ്ട്രാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ BlueStackൻ്റെ ഫയൽ മീൻസ് ചെറിയൊരു ഫയലല്ല, അത്യാവശ്യം റാം കേപ്പബിലിറ്റി കൂടുതലുള്ള സിസ്റ്റത്തിലാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു മിനിമം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന GB 8GB ആണ് റാം. ഇപ്പോൾ അത് മേ ബി ഒരു 4GB ആയാലും വർക്ക് ചെയ്യും. പക്ഷേ ഇൻ ദ കേസ് ഇനി ലാഗിങ് ഇഷ്യൂസ് സംടൈംസ് വരാം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. എക്സ്ട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു വിൻഡോ പോപ്പപ്പായി വരും. അതിനകത്ത് വെൽക്കം ടു BlueStack എന്ന് ഇത് കാണിക്കുക. അവിടെ നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം അടുത്ത പേജിനകത്തും നമ്മൾ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കൊടുക്കുമ്പോൾ അത് BlueStack ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടിങ് ഇൻസ്റ്റാളേഷൻ എന്ന് എഴുതി കാണിക്കും. അതിനൊരു സെറ്റപ്പ് ഫയലുകളും ശരിക്കും പറഞ്ഞാൽ വിൻഡോസ് 10 OS എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ആൻഡ്രോയിഡ് OS പോലെ തന്നെയാണ് BlueStack ആപ്ലിക്കേഷനും. വിൻഡോസ് 10-നകത്ത് തന്നെ വേറൊരു OS ഇട്ടത് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ വെർച്വൽ മെഷീൻ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പക്ക ആൻഡ്രോയിഡായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള വാട്സപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേ സ്റ്റോർ അതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ആൻഡ്രോയിഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മളിപ്പോൾ വിൻഡോസിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് അതിനകത്ത് ഇല്ല, കാരണം വെർച്വൽ മെഷീനായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. നമുക്കിവിടെ സെക്കൻഡ് സ്റ്റെപ്പിനുള്ള ഇൻസ്റ്റാളേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് BlueStackൽ. ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കൊരു അടുത്തൊരു മെസ്സേജായിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞൊരു പേജ് കാണിക്കും. അതിനുശേഷം നമുക്ക് ഫിനിഷ് കൊടുക്കുമ്പോൾ BlueStackൻ്റെ ഐക്കൺ നമുക്ക് ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. ആ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് BlueStack ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പണായി വരും. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് ലോഡിംഗ് ഡാറ്റ എന്ന് എഴുതി കാണിക്കും. ലോഡിംഗ് ഡാറ്റ മീൻസ് നമ്മൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് അത് ലോഡായി കാണിക്കുന്നതാണ്. അത് ഫസ്റ്റ് നമ്മൾ ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മളിപ്പോൾ സാധാ ഫോണിൽ ചോദിക്കുന്ന പോലെ ഫസ്റ്റ് ഫോൺ എങ്ങനെ കോൺഫിഗർ ചെയ്യണം അതുപോലെ തന്നെ ഫസ്റ്റ് ലൊക്കേഷൻ ചോദിക്കാം. അത് ലൊക്കേഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോട്ട് നൗ കൊടുക്കാം. എന്നിട്ടിപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കണക്റ്റ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമുക്കൊരു BlueStackൻ്റെ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്കിപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ്, ഗെയിംസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുന്നതാണ്. അതിനുശേഷം നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്സ് വേണമെങ്കിൽ അതിനകത്ത് എനേബിൾ ചെയ്തിടാം. ഇപ്പോൾ ഓൾ ആപ്ലിക്കേഷൻസാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഫോൺ ഒരു ഇൻബിൽറ്റ് ആയിട്ട് വെക്കുമ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് സെർച്ച് കയറിയിട്ട് പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്യാം. പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസും അതിന് മുമ്പായി പ്ലേ സ്റ്റോറിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുന്നതിന് നമ്മൾ ഫോണിൽ ചെയ്യുന്ന പോലെ ഒരു മെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കുക. അതിനകത്ത് ഞാനിവിടെ എൻ്റെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കും. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ നോർമൽ കാണുന്ന പോലെ തന്നെ ഫോണിൽ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ഒരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്യണം അതുപോലെ കോൺഫിഗർ ചെയ്യുക. ഇപ്പോൾ നമ്മളോട് മെയിൽ ഐഡിയും പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് എന്ന ഒരു ആരോ കീ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈനിങ് ആവും. ഞാനിപ്പോൾ സൈനിങ് ഓപ്ഷൻ കൊടുത്തേക്കാണ്. ഇപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലേക്ക് സൈനിങ് ആയി. മെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോർ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് പ്ലേ സ്റ്റോർ ഇരിക്കുന്നത് അതേപോലെ നമുക്ക് പ്ലേ സ്റ്റോർ കാണാം. അതിനകത്ത് ബാക്കപ്പ് വേണമെങ്കിൽ ബാക്കപ്പ് എടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കൂടെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ബാക്കപ്പ് എടുക്കുന്നില്ല. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വരുന്ന വിൻഡോ എന്ന് വെച്ചാൽ എന്തെങ്കിലും ക്രെഡിറ്റിങ് ചെയ്യണോ, അതിപ്പോൾ നമ്മൾ നോ താങ്ക്സ് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന പോലെ അതുകൊണ്ട് ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഇത് എഗ്രി ആണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അക്സെപ്റ്റ് കൊടുക്കാം.
പ്ലേ സ്റ്റോർ നമ്മൾ സെർച്ച് ചെയ്യുക. പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പണായി വരും. ഓപ്പണായി വരുന്ന പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇപ്പോൾ കാണാം ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഹോസ്റ്റർ, സ്നാക്സ് വീഡിയോ, മെസ്സഞ്ചർ, ടെലിഗ്രാം ഒക്കെ കാണാം. അതിനകത്ത് നമുക്കിപ്പോൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് എടുക്കാം. അപ്പം അതിൻ്റെ അടിയിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കും. നമ്മൾ ഫോണിലിരിക്കും, ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഡൗൺലോഡിങ് കാണിക്കും. ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് പേജ് ഓപ്പൺ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ BlueStack എന്ന ആപ്ലിക്കേഷനിലാണ് ഈ വാട്സപ്പ് ഓപ്പൺ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ നമ്പർ കൊടുത്ത് നമുക്കിത് നോർമൽ വാട്സപ്പ് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിൻഡോസും ആൻഡ്രോയിഡും അറ്റ് എ ടൈം യൂസിങ് ആണ്, വെർച്വൽ മെഷീൻ പോലെ. അതാണ് നമ്മളിവിടെ ആക്ട് ചെയ്യുന്നത്. നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് BlueStackൻ്റെ മെയിൻ ഫങ്ഷൻസ്. വെൽക്കം ബാക്ക്. സോ നമ്മൾ എങ്ങനെയാണ് BlueStack സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഇത് നമ്മളോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സിസ്റ്റം 8 GB റാം ആണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 8 GB റാമിൽ താഴെയാണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല എന്നല്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ലാഗ് വരും. ഒരു 4 GB റാം ഉള്ള സിസ്റ്റമാണ് നിങ്ങളുടെ വിചാരിക്കുക. അത് വർക്ക് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഗ് അനുഭവപ്പെടും. സോ 4 GB റാമിൽ താഴെയുള്ള സിസ്റ്റം നമ്മളിതിൽ ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് ചില സമയത്തും തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ക്രിയേറ്റ് ചെയ്തു നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. സോ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇത് പറയാനുള്ളൊരു കാര്യം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിസോഴ്സ് ഷെയർ ചെയ്യണം. അതായത് വിൻഡോസ് ഓയിസിൽ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണം. ആൻഡ്രോയിഡ് ഒരു ഓയിസ് തന്നെയാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ റിസോഴ്സ് കോമൺ റിസോഴ്സാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ അല്ലെങ്കിൽ ഒബ്സർവേഷൻസോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഇത് പോരാൻ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുമായി ഡയറക്റ്റ് സംവദിക്കാനായി ഞങ്ങൾ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഉടനടി റിപ്ലൈ ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ടെക് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ Techie Ninjas signing off.